ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ കേസരിയാണ്. നമ്മുടെ ദേശായി കുടുംബം വൈറലാക്കിയ കേസരി. അപ്പം നമുക്ക് അതിനൊക്കെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഒരു തട്ടിക്കൂട്ട് പരിപാടിയല്ല, ഇത്തവണ ഞാൻ കുറച്ചും കൂടെ ഹെവി സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ റവയാണ്. ഞാൻ ഇവിടെ 1 കപ്പ് ഓഫ് റവയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക. പിന്നെ ഇത്രയും കപ്പ് റവയ്ക്ക് ഞാനൊരു 3 വലിയ കുഴിയുള്ള സ്പൂണിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ റെസിപ്പിയാണ്. അപ്പം ഉപ്പ് ആദ്യം ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു ഉപ്പിട്ടാലേ ശരിയായത്. പിന്നെ നമുക്ക് വേണ്ട സാധനം നെയ്യാണ്. നെയ്യ് കുറച്ച് ഏറെ വേണം. അപ്പം ഞാൻ ആവശ്യത്തിന് ഏറെ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സാധനം ഒരു കളറൻ്റ് ആണ്. ആക്ച്വലി നമുക്ക് വേണ്ടത് ഒരു കളറിങ് ഏജൻ്റ് ആണ്. അപ്പം ആദ്യത്തെ തവണ ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളമാണ് ഒഴിച്ചത്. പക്ഷെ അത് ഫ്ലോപ്പ് ഒന്നും ആയില്ല, അത് അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ടാങ്കിൻ്റെ പൊടി വെച്ച് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇത് പുതിയ പാക്കറ്റ്. അപ്പം ഞാൻ ടാങ്കിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്, ടാങ്കിൻ്റെ പൊടിയാണ് ഞാൻ കളറൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ നന്നായിട്ട് ചൂടാവണം. ദെൻ വി ആർ ഗോണ ആഡ് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നെയ്ക്കകത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കശുവണ്ടിയും പിന്നെ ഉണക്കമുന്തിരിയും കൂടി നമ്മൾ സോട്ട് ചെയ്തിട്ട് ഓക്കെ. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ജസ്റ്റ് ഒന്നിട്ടിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മിക്സിയുടെ ചെറിയ ജാറെടുത്തു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മറ്റേ ഏലക്ക അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പഞ്ചസാരയും കൂടെ പൊടിച്ചാണ് എടുക്കുന്നത്. സോ ദാറ്റ് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അതായിരിക്കും കുറച്ചും കൂടെ സിമ്പിൾ. സോ ഇങ്ങനെ ചെയ്യാവുന്നത് പൊടിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് ടാങ്ക് കലക്കി വെക്കാം. നമ്മൾ റവ അതിൻ്റെ അകത്തോട്ട് ഇടുക. കുറച്ചായിട്ടിട്ട് ജസ്റ്റ് നമുക്കൊന്ന് തട്ടി പിടിക്കാത്ത പോലെ ഒന്ന് ഇളക്കി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുക. ഇവിടെ എല്ലാം മെസ്സായി, അത് ഭയങ്കര. ആദ്യം ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി 1 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിക്കുകയാണ്. കാരണം 2 കപ്പ് വലിയൊരു കപ്പ് റവയാണ്. അപ്പം ഇത്രയും വെള്ളം വേണ്ടി വരും. ഇനി നമുക്ക് ചിലപ്പോൾ ചേർക്കേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് ചേർക്കാം. അപ്പം ഈ ടൈമിൽ തന്നെ ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കളറിന് വേണ്ടി കലക്കിയ ടാങ്കും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു.
ഓക്കെ, ഞാനൊരു ഒരു നോക്കൂ ഒരു കുറച്ച് പഞ്ചസാരയും കൂടി ഉണ്ടാകത്തോട്ട്. ഇത് പഞ്ചസാരയും പിന്നെ നമ്മുടെ ഏലക്കയും കൂടെ അടിച്ച മിക്സാണ്. ഇപ്പം ഇത് ഇച്ചിരി ഇടുവാണ്. പിന്നെ നമ്മുടെ റവ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ബാക്കി ഇടും. കാരണം അതൊന്ന് ലൂസ് ആവുന്നതും ടൈറ്റ് ആവുന്നതും പഞ്ചസാര ഇടുന്ന അനുസരിച്ചായിരിക്കും. അപ്പം നന്ദി നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചാര ഇടാൻ പോവാം. എടുത്തിട്ട് സോഞ്ചി ഇനി ഞാൻ കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. നെയ്യ് കൂടുന്നത് നല്ലതാണ്. ഫൈനലി നമ്മൾ ഇതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇടും. ഓക്കെ, ഇപ്പം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ നെയ്യ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതിനകത്ത് സെറ്റ് ചെയ്യും. എടുക്കാവുന്നതാണ്. ഇതിങ്ങനെ കൊണ്ട് ആൻഡ് ഫൈനലി നമ്മളൊരു കത്തി വെച്ച് ഇതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ സ്വന്തം കേസരി. ഇതിനെ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അനിയത്തി പറയും.